ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 31. ജോലി ചെയ്യാനുള്ള ആദ്യ പാഠം ഈശോയെ പഠിപ്പിക്കുന്നു. ഈശോ ഇപ്പോൾ ഏകദേശം 5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടിയാണ്. നല്ല സ്വർണ്ണ തലമുടിയും നീല ഉടുപ്പും. ഉടുപ്പ് കാൽവണ്ണയുടെ പകുതി വരെ ഇറങ്ങിക്കിടക്കുന്നു. അതീവ സുന്ദരൻ. അടുക്കളത്തോട്ടത്തിൽ കളിക്കുകയാണ്. മണ്ണുവാരി കൂന കൂട്ടിയിട്ട് അതിന്മേൽ മരക്കൊമ്പുകൾ കുത്തി ഒരു ചെറിയ വനം ഉണ്ടാക്കുന്നു. ചെറിയ കല്ലുകൾ പെറുക്കിക്കൂട്ടി റോഡുകൾ പണിയുന്നു. കുന്നുകളുടെ അടിവാരത്തിൽ ഒരു തടാകം ഉണ്ടാക്കണം. ഒരു പഴയ പാത്രത്തിൻ്റെ അടിഭാഗമെടുത്ത് വക്കുവരെ താഴ്ത്തി മണ്ണിൽ കുഴിച്ചു വച്ചു. പിന്നീട് ഒരു പിടിയുള്ള പാത്രം കൊണ്ട് വേറൊരു പാത്രത്തിൽ നിന്ന് വെള്ളം മുക്കിയെടുത്ത് തടാകത്തിൽ ഒഴിക്കുന്നു. എന്നാൽ ഉടുപ്പ് നനയുന്നത് മിച്ചം. വെള്ളം വാർന്നുപോയി. പൊട്ടക്കലമായിരുന്നിരിക്കണം. ജോസഫ് പുറകിൽ വാതിൽക്കൽ വന്നു നിന്ന് നോക്കി രസിക്കുന്നു. ഉണ്ണി കൂടുതൽ നനയാതിരിക്കാനായി അവനെ വിളിക്കുന്നു. ഈശോ തൻ്റെ ജോലിയും കളിയും വിഷമവുമെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. ഗനേസരത്ത് തടാകം പോലെ ഒരു തടാകം വേണമായിരുന്നു. അവരതിനെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ടാവണം. ബോട്ടുകളും വേണമായിരുന്നു. പക്ഷേ വെള്ളമെല്ലാം ഒഴുകിപ്പോയി. ജോസഫ് താല്പര്യത്തോടെ ശ്രദ്ധിക്കുന്നു. ജോസഫ് തടി കൊണ്ട് ഒരു ചെറിയ തടാകം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറയുന്നു. എന്നിട്ട് ശരിക്കും തടികൾ കൊണ്ടുള്ള ചെറിയ ബോട്ടുകൾ ഓടിക്കാം. ചെറിയ പണിയായുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കാം. അങ്ങനെ അപ്പനെ സഹായിക്കാൻ എനിക്ക് കഴിയുമില്ലേ? ഈശോ പുഞ്ചിരിക്കുന്നു. ആ, നീ അങ്ങനെ എന്നെ സഹായിക്കും. നീ സമർത്ഥനായ ഒരാശാരിയായി തീരും. വന്ന് നിന്റെ പണിയായുധങ്ങൾ കാണുക. നോക്കൂ, അറക്കുന്നതിന് വാൾ ഇങ്ങനെ വയ്ക്കണം. ഈ തടിക്കഷണം ഇതുപോലെ വയ്ക്കണം. എന്നിട്ട് വാൾ ഇങ്ങനെ എടുത്ത് വിരൽ ഇടയ്ക്ക് കയറാത്ത വിധത്തിൽ ഇങ്ങനെ പിടിച്ച് അറക്കാൻ തുടങ്ങണം. പഠനം ആരംഭിക്കുന്നു. അങ്ങനെ ഈശോ ജോലി ചെയ്യുന്നതിൻ്റെ ആദ്യ പാഠം പഠിക്കുന്നു. ജോസഫ് എന്നെ ഒരു നല്ല ജോലിക്കാരനാക്കിയത് എങ്ങനെയെന്ന കാര്യത്തിലേക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പണിയായുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രായമായപ്പോൾ മുതൽ അലസമായി ജീവിക്കാൻ എന്നെ അനുവദിച്ചില്ല. എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ തുടങ്ങി. എനിക്ക് മേരിയോടുണ്ടായിരുന്ന സ്നേഹത്തെ പ്രേരക ശക്തിയായി ഉപയോഗിച്ച് ജോലി ചെയ്യാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അമ്മയ്ക്ക് ഉപകാരമുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കണം. അങ്ങനെയാണ് അമ്മയോട് ഒരു പുത്രന് ബഹുമാനമുണ്ടാകേണ്ടത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചത്. അങ്ങനെ സ്നേഹവും ബഹുമാനവും മുൻനിർത്തി വേണം ഭാവിയിലെ ആശാരി പണിയെടുക്കേണ്ടതെന്ന് എന്നെ പഠിപ്പിച്ചു. മാതാപിതാക്കളുടെ സന്തോഷത്തിന് വേണ്ടി ജോലി ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ ഇന്നുണ്ടോ? ഇക്കാലത്ത് കുട്ടികൾ വീടുകളിൽ സ്വേച്ഛാധിപതികളാണ്. മാതാപിതാക്കളോട് മര്യാദയില്ലാതെ പെരുമാറുന്നു. അവരോട് സ്നേഹമില്ല. കഠിന ഹൃദയത്തോടെ വർത്തിക്കുന്നു. മാതാപിതാക്കളെ തങ്ങളുടെ ദാസരും അടിമകളുമാക്കുന്നു. മാതാപിതാക്കന്മാർക്ക് മക്കളോടും വളരെ കുറച്ച് സ്നേഹമേ ഉള്ളൂ. കുട്ടികളെ അവരുടെ ശാഠ്യത്തിനനുസരിച്ച് ഭരണം നടത്താൻ അനുവദിക്കുമ്പോൾ നിങ്ങൾ ലജ്ജാകരമായ നിസ്സംഗതയോടെ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അവർ എല്ലാവരുടെയും മക്കളാണ്, നിങ്ങളുടേത് മാത്രമല്ല. ഓ 20-ാം നൂറ്റാണ്ടിലെ മാതാപിതാക്കളെ, അവർ നഴ്സിൻ്റെ മക്കളാണ്, ധാത്രിയുടെ മക്കളാണ്. നിങ്ങൾ ദരിദ്രരാണെങ്കിലോ അവർ തെരുവ് കുട്ടികളാണ്. എന്നാൽ നിങ്ങളുടേതല്ല. നിങ്ങൾ മാതാക്കൾ അവരെ പ്രസവിക്കുന്നു, അത്രമാത്രം. നിങ്ങൾ പിതാക്കളും അതുതന്നെ ചെയ്യുന്നു. ഒരു മകൻ അല്ലെങ്കിൽ മകൾ ജഡം മാത്രമല്ല, അവർക്ക് മനസ്സും ഹൃദയവും ആത്മാവും ഉണ്ടെന്ന് വിശ്വസിക്കൂ. അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും രൂപവൽക്കരിക്കാൻ നിങ്ങളെപ്പോലെ അവകാശവും ഉത്തരവാദിത്വവും മറ്റാർക്കുമില്ല. മാനവരാശി ഉള്ളിടത്തോളം കാലം കുടുംബം അനിവാര്യമാണ്, ഉണ്ടായിരിക്കുകയും വേണം. ഈ സത്യത്തെ നിഷേധിക്കുന്ന തത്വമോ പുരോഗതിയോ നാശമായിരിക്കും വരുത്തിവെക്കുക. തകർന്ന ഒരു കുടുംബം ഭാവിയിൽ കൂടുതൽ നാശം വരുത്താൻ തക്ക സ്വഭാവ വൈകല്യമുള്ള സ്ത്രീ പുരുഷന്മാരെ പുറപ്പെടുവിക്കും. ഞാൻ ഗൗരവപൂർവ്വം പറയുന്നു, കുരങ്ങന്മാരുടെ കുടുംബങ്ങളെക്കാൾ യോജിപ്പ് കുറഞ്ഞ കുടുംബങ്ങൾ ഉണ്ടാകുന്നതിൽ ഭേദം ഭൂമിയിൽ വിവാഹവും സന്താനങ്ങളും ഇല്ലാതിരിക്കുകയാണ്. സുഹൃതങ്ങൾ, ജോലി, സ്നേഹം, ആധ്യാത്മികത എന്നിവ അഭ്യസിക്കുന്ന വിദ്യാലയമായി കുടുംബം ഭവിക്കുന്നില്ലെങ്കിൽ ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ബാബേലായി യോജിപ്പില്ലാതെ അവ പൊട്ടിത്തകരുന്നെങ്കിൽ കുടുംബങ്ങളും വിവാഹവും ഇല്ലാതിരിക്കുന്നതാണ് ഭേദം. തകർന്ന കുടുംബങ്ങൾ, നിങ്ങൾ ഏറ്റവും പരിശുദ്ധമായവ,
സമൂഹ ജീവിതമാർഗം തകർക്കുകയും അതിൻ്റെ തിക്തഫലങ്ങൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ തുടരാം. എന്നാൽ ഈ ലോകം കൂടുതൽ കൂടുതൽ നരകമായി തീരുന്ന പക്ഷം ആവലാതിപ്പെടരുത്. കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും വിഴുങ്ങുന്ന ഭീകരജന്തുക്കളുടെ വാസസ്ഥലമായിരിക്കും ഈ ലോകം.